ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം ടോപ്പേഴ്സ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കാനായിട്ട്, എക്സാം ടോപ്പർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുഞ്ഞീസ് ക്ലാസ്സും കയറുകയും ആ വീഡിയോസൊക്കെ കാണുകയും കൂടി ചെയ്യാം. കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുഞ്ഞീസ് ക്ലാസ്സിലേക്ക് കയറി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ കാർട്ടോഗ്രാഫർ? ആരാണ് കാർട്ടോഗ്രാഫർ? കാർട്ടോഗ്രാഫർ ഈസ് വൺ ഹൂ ഡ്രോസ് എ മാപ്പ്. ഒരു മാപ്പ് വരയ്ക്കുന്ന ആളെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ യൂസ് ദ ടേം ഹിന്ദുസ്ഥാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് വെൻ? ആരാണ് ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഈ ടേം യൂസ് ചെയ്തതെന്ന്? മിൻഹാജ് ഐ സിറാജ് യൂസ്ഡ് ദ ടേം ഹിന്ദുസ്ഥാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ 13th century. അപ്പം മിൻഹാജ് ഐ സിറാജ് ആണ് ആദ്യമായിട്ട് ഈ ടേം യൂസ് ചെയ്തത്, അതും 13th century. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദ മാപ്പ് ഡ്രോൺ ബൈ അൽ ഇദ്രിസി? അൽ ഇദ്രിസി വരച്ച ആ ഒരു മാപ്പിൽ എന്ത് ഡിഫറൻസസ് ഒക്കെയാണ് നമുക്ക് തോന്നുന്നതെന്ന്? In the map drawn by Al-Idrisi, we find a completely different view. Here South India is shown at the present North India and Sri Lanka is the island at the top. ഒരു കംപ്ലീറ്റ് ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഈ മാപ്പിൽ കാണാനായിട്ട് സാധിക്കുക, അല്ലേ? സൗത്ത് ഇന്ത്യ ഉള്ളിടത്ത് നോർത്ത് ഇന്ത്യയും, അതുപോലെ തന്നെ ശ്രീലങ്ക മുകളിലൊരു ഐലൻഡൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ ഈ അൽ-ഇദ്രിസിയുടെ മാപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, what sources do the historians use for the study of a particular period of history? അപ്പോൾ ഹിസ്റ്റോറിയൻസ് എന്തൊക്കെ സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ പീരീഡിനെ കുറിച്ച്, അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ഹിസ്റ്ററി എങ്ങനെയാണ് അവർ എന്തൊക്കെ സോഴ്സസ് യൂസ് ചെയ്താണ് പഠിക്കുന്നതെന്ന്? The historians use the sources like coins, inscriptions, architectures and textual records for the study of specific period. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന സോഴ്സസ് എന്ന് പറയുന്നത് കോയിൻസും ഇൻസ്ക്രിപ്ഷൻസും ആർക്കിടെക്ചേഴ്സ്, ടെക്സ്ച്വൽ റെക്കോർഡ്സ്. അപ്പോൾ ഈ സോഴ്സസ് ഒക്കെയാണ് ഈ ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ആർച്ചീവ്സ്? എന്താണ് ആർച്ചീവ്സ്? ആർച്ചീവ്സ് were the places where manuscripts and documents were collected. ഈ മാൻസ്ക്രിപ്റ്റ്സും ഡോക്യുമെൻസും ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ആർച്ചീവ്സ് എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ വെറൈറ്റി ഓഫ് ഡെവലപ്മെൻറ്റ്സ്? നമ്മൾ ചാപ്റ്റർ പഠിച്ച സമയത്തും അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ പീരീഡിൽ ഉണ്ടായിട്ടുള്ളതെന്നല്ലേ. ഇനിയും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്തുകൊണ്ടാണ്, എന്ത് ഫാക്ടേഴ്സ് കാരണമാണ് ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായതെന്ന്? The new technologies and innovations came to the subcontinent with the people who came from other areas and settled here. അപ്പം മറ്റ് സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ അതായത് മറ്റ് സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് ആൾക്കാർ നമ്മുടെ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരികയും ഇവിടെ സെറ്റിലാവുകയും ചെയ്തിട്ടുണ്ടല്ലേ. ആ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസും ഇന്നോവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പുതിയ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ ടെക്നോളജീസിൻ്റെ ഇന്നോവേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇവിടെ ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് 700 and 1750? ഈ ഒരു പീരീഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, അതായത് ഡെവലപ്മെൻറ്റ്സ് ആണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, മെനി ടെക്നോളജീസ് ലൈക്ക് പേർഷ്യൻ വീൽ ഇൻ ഇറിഗേഷൻ, ദ സ്പിന്നിങ് വീൽ ഇൻ വീവിങ് ആൻഡ് ഫയർ ആംസ് ഇൻ കോമ്പാറ്റ് മെയ്ഡ് ദെയർ അപ്പിയറൻസ്. അപ്പം നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ ഈ പുതിയ പുതിയ ടെക്നോളജീസൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു, അതായത് പേർഷ്യൻ വീൽ ഇൻ ഇറിഗേഷൻ, സ്പിന്നിങ് വീൽ ഇൻ വീവിങ്, അതുപോലെ തന്നെ ഫയർ ആംസ് ഇൻ കോമ്പാറ്റ്. Some new foods and beverages like potatoes, corns, chilies, tea and coffee also arrived in the subcontinent. അതുപോലെ തന്നെ പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. പൊട്ടറ്റോസും കോണും ചില്ലീസും അതുപോലെ തന്നെ പുതിയ ബിവറേജസ് ആയിട്ടുള്ള ടീയും കോഫിയും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു പീരീഡിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ചോദിച്ചാലും, ചേഞ്ചസ് എന്ന് ചോദിച്ചാലും ഡെവലപ്മെൻറ്റ്സ് എന്ന് ചോദിച്ചാലും ഇത് തന്നെ നമുക്ക് ആൻസറായിട്ട് എഴുതാം. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ജാതി പഞ്ചായത്ത്? ജാതി പഞ്ചായത്ത് എന്നുള്ള ആ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്?
Jati Panchayat was the assembly of elders which controlled the conduct of the members of their jati. They had their own rules and regulations. അപ്പോൾ ജാതി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എൽഡേഴ്സ്, ഒരു ജാതിയിലുള്ള മുതിർന്ന ആൾക്കാർ കൺട്രോൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ജാതിക്ക് വേണ്ട റൂൾസും റെഗുലേഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യും, അതൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഈ എൽഡേഴ്സിൻ്റെ ഒരു അസംബ്ലീനെയാണ് നമ്മൾ ജാതി പഞ്ചായത്ത് എന്ന് പറയുന്നത്. 9th question, what was the stretch of Delhi Sultan Ghiyasuddin Balban's empire? നമ്മൾ ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബാനെ കുറിച്ച് പഠിച്ചല്ലേ. അദ്ദേഹത്തിന് ഒരു വലിയ പ്രദേശം അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലായിരുന്നു ഒരു ലാർജ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അത് എത്രത്തോളമാണ് അല്ലെങ്കിൽ എവിടം വരെയൊക്കെ ഉള്ളതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു എ സാൻസ്ക്രിറ്റ് പ്രശസ്തി, ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബാൻസ് എംപയർ വാസ് സ്ട്രെച്ച്ഡ് ഫ്രം ബംഗാൾ ഇൻ ദ ഈസ്റ്റ് ടു ഗസ്നി ഇൻ അഫ്ഗാനിസ്ഥാൻ ഇൻ ദ വെസ്റ്റ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഓൾ ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പം ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഈസ്റ്റിലുള്ള ബംഗാൾ മുതൽ വെസ്റ്റിലുള്ള ഗസ്നി വരെ ഇതിൻ്റെ ഒരു സ്ട്രെച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയും ഇദ്ദേഹത്തിൻ്റെ ഈ എംപയറിനുള്ളിൽ ഉൾപ്പെട്ടിരുന്നു. 10th question, trace out the major changes in the society during 700 and 1750. വാട്ട് വാസ് ഇറ്റ്സ് മെയിൻ റീസൺ? അതായത് നമ്മൾ മുമ്പേ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ പീരീഡിൽ വന്നതെന്നും പഠിച്ചു, അതുപോലെ തന്നെ എന്ത് ഫാക്ടേഴ്സ് കാരണമാണ് ഈ ചേഞ്ചസ് ഒക്കെ വന്നതെന്നും പഠിച്ചു അല്ലേ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ ചോദിച്ചേക്കുകയാണ്. ആ രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അത് നമ്മൾ 2 മാർക്സിനല്ല 1 മാർക്സിനായിരിക്കും ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുക. ഇതെന്നാൽ കുറച്ച് വലിയ മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒരുമിച്ച് ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. അതായത് 700 1750 ഇടയ്ക്ക് ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, പേഷ്യൻ വീൽ ഇൻ ഇറിഗേഷനും സ്പിന്നിങ് വീൽ ഇൻ വീവിങ്ങും ഫയർ ആംസ് ഇൻ കോമ്പാറ്റൊക്കെ ഡെവലപ്ഡായി. അതുപോലെ തന്നെ പുതിയ ഫുഡും ബിവറേജസും ഒക്കെ വന്നു, പൊട്ടറ്റോസും കോണും ചില്ലീസും ടീയും കോഫിയും ഒക്കെ പോലത്തെ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഡെവലപ്മെൻറ്റ്സ് വന്നതെന്ന് ചോദിച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഇന്നോവേഷൻസും അവരുടെ ടെക്നോളജീസും ഒക്കെ കാരണമാണ് ഇവിടെ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ച ആ 6th 7th ക്വസ്റ്റ്യൻ ഇല്ലേ, അത് രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ എഴുതിയാൽ മതി, ഇതിൻ്റെ ആൻസർ ആവും. ഓക്കെ, 11th question, why did Brahmanas dominate in the society during this period? എന്തുകൊണ്ടാണ് ബ്രാഹ്മണാസിനൊരു ഉയർന്ന സ്ഥാനം നമ്മുടെ സൊസൈറ്റിയിൽ കൊടുത്തതെന്ന്? ബ്രാഹ്മണാസ് were the only class of people who were proficient in Sanskrit language. This was the reason that made them prominent. അപ്പോൾ ഇവർക്ക് മാത്രമേ സംസ്കൃത ലാംഗ്വേജിൽ അപാര പാണ്ഡിത്യം ഉണ്ടായിരുന്നുള്ളൂ, ആ ഭാഷ അറിയത്തും ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണാസിന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഉയർന്ന സ്ഥാനം കൊടുത്തത്. 12th question, who were the patrons? ആരാണ് patrons? Patrons were a group of the rulers and rich class of people who provided protection and a livelihood to the brahmanas, artists and poets. അപ്പോൾ patrons എന്ന് പറയുന്ന റൂളേഴ്സിൻ്റെ അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അവർ മറ്റുള്ള ബ്രാഹ്മണാസിനും ആർട്ടിസ്റ്റിനും പോയറ്റ്സിനും ഒക്കെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു. 13th question, how history was divided by British historians during the middle of the 19th century? നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയെ ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന്? ദ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഡിവൈഡഡ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻറ്റു 3 periods, ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. അവർ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയെ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഈ ഒരു 3 പീരീഡായിട്ടാണ് തിരിച്ചത്. 14th question, what do you mean by pan regional rule? What was its ഇമ്പാക്റ്റ്? എന്താണ് പാൻ റീജിയണൽ റൂൾ, അതുപോലെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? പാൻ റീജിയണൽ റൂൾ അപ്ലൈസ് ടു ദി ട്രെൻഡ് ഓഫ് എക്സ്റ്റെൻഡിങ് ദ എംപയർ ടു ദ റീജിയൻ ബിയോണ്ട് വൺസ് ഓൺ സ്റ്റേറ്റ്. വിത്ത് ദ ഡിക്ലൈൻ ഓഫ് ദ മുഗൾ എംപയർ ഇൻ ദ 18th century മെനി റീജിയണൽ സ്റ്റേറ്റ്സ് എമേഴ്സ്ഡ്. അപ്പം പാൻ റീജിയണൽ റൂൾ എന്ന് പറയുന്നത് സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഒരു എംപയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാൻ റീജിയണൽ റൂൾ എന്ന് പറയുന്നത്. അതായത് മുഗൾ എംപയറിൻ്റെ ആ ഒരു ഡിക്ലൈനിന് ശേഷം 18th centuryയിലാണ് ഈ ഇങ്ങനെ ഒരുപാട് റീജിയണൽ സ്റ്റേറ്റ്സ് ഒക്കെ എമേർജ് ആയത്. കോൺസിക്വൻ്റ്ലി എ ചാൻസ് ഓഫ് ഷെയറിംഗ് ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ഇൻ ദ റിയൽംസ് ഓഫ് ഗവർണൻസ്, എക്കോണമി, എലൈറ്റ് കൾച്ചേഴ്സ് ആൻഡ് ലാംഗ്വേജസ് വാസ് ബ്രൈറ്റൻഡ്. People knew a lot of new things, manners, etc. without losing their own culture and identity. അപ്പം ഒരു ചെറിയ സ്റ്റേറ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റ് സ്ഥലങ്ങൾ കൂടി അവരുടെ അധീനതയിലാക്കുമ്പം എന്ത് സംഭവിക്കും? ആ പ്രദേശത്തുള്ള ആൾക്കാരും ഈ ഒരു രാജ്യത്തിൻ്റെ അംഗമാകും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു സ്ഥലത്തുള്ള
അതായത് ഒരു സ്റ്റേറ്റിലെ മറ്റു സ്റ്റേറ്റിലെ ആൾക്കാരുടെ അവരുടെ ട്രഡീഷൻസും കൾച്ചറും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഈ സ്റ്റേറ്റുകളെല്ലാം ഒരു രാജാവിൻ്റെ കീഴിലാകുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ആൾക്കാർക്ക് ഇവരുടെ ഈ കൾച്ചറും ട്രഡീഷൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ കൾച്ചറും ഐഡൻറ്റിറ്റിയും അവർക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇവരുടെ ഈ കാര്യങ്ങൾ, കാഴ്ചപ്പാടുകളും ട്രഡീഷൻസും ലാംഗ്വേജസും ഒക്കെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടേതായിട്ടുള്ള കൾച്ചറും ഐഡൻറ്റിറ്റി അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാൻ റീജിയണൽ റൂളിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. 15th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ബേസിസ് ഓഫ് ഡിവിഷൻ ഓഫ് ഹിസ്റ്ററി ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ്? ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എന്തിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററീനെ ഡിവൈഡ് ചെയ്തതെന്ന്. Such division was made on the basis of the religion, as the historians did not consider any aspect more prominent other than the developments in the religions. ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് നമ്മുടെ റിച്ച് ഡൈവേഴ്സിറ്റീനെ അല്ലെങ്കിൽ കൾച്ചറിനെ, ഫ്ലോറ, ഫണ്ണ ഒന്നും നോക്കാണ്ട് ഡയറക്റ്റായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാരുടെ റിലീജിയൻ എന്താണ്, അതായത് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന റൂളേഴ്സിൻ്റെ റിലീജിയനെ മാത്രം ബേസ് ചെയ്തിട്ടായിരുന്നു ഇങ്ങനെയൊരു ഡിവിഷന് അവർ ഡെവലപ്പ് ചെയ്തത്. 17th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ദ റിലീജിയൻ ഓഫ് ദ ടൈം? ട്രേസ് ഔട്ട് മേജർ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു പീരീഡിൽ 700-നും 1750-ക്കും ഇടയ്ക്കുള്ള ഈ ഒരു പീരീഡിൽ വന്നിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പീരീഡ് ബിറ്റ്വീൻ 700 and 1750 witnessed the major changes in religion. It was seen prominently in Hinduism, the worship of new deities, the construction of temples by royalty, and the growing importance of Brahmanas, the priests, as dominant groups in the society were some of the major developments. The idea of bhakti emerged. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുള്ളത് ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയനിലാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? പുതിയ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ടല്ലേ പൂജ ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പുതിയ പുതിയ അമ്പലങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ബ്രാഹ്മണാസിൻ്റെ ഇമ്പോർട്ടൻസ് വന്നു. അവരെ പ്രീസ്റ്റ് ആക്കുകയും ഒരു സൊസൈറ്റിയുടെ ഡോമിനൻ്റ് ആൾക്കാരാക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു ഐഡിയ ഈ ഒരു ടൈമിലാണ് എമേർജ്ഡ് ആയത്. മെർച്ചൻസ് ആൻഡ് മൈഗ്രൻസ് ബോട്ട് ദ ന്യൂ ടീച്ചിങ്സ് ഓഫ് ഖുറാൻ, ദ ഹോളി ബുക്ക് ഓഫ് ദ മുസ്ലിംസ്. എ ക്ലാസ് ഓഫ് പാട്രോൺസ് എമേർജ്ഡ്. ദേ വർ ദ റൂളേഴ്സ് ഹു പ്രൊവൈഡഡ് ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദി ഉലേമാസ്. ദേ ലേൺഡ് തിയോളജിയൻസ് ആൻഡ് ജൂറിസ്റ്റ്. മുസ്ലിംസ് were divided into two groups, Shia and Sunni. Shia Muslims believed in Prophet Muhammad's authority, while the Sunnis accepted the authority of the early leaders, caliphs. അപ്പം അതുപോലെ തന്നെ ഈ ഒരു പീരീഡിൽ വന്ന മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ മെർച്ചൻസും മൈഗ്രൻസും ഒക്കെ ഖുറാനിലെ ടീച്ചിങ്സും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മുസ്ലിംസ് എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം റിലീജിയൻ കൂടി നമ്മുടെ സബ് കോണ്ടിനെൻറ്റിലേക്ക് വന്നു. അതുപോലെ തന്നെ പാട്രോൺസ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സും ഈ ഒരു ടൈമിലാണ് എമേർജ് ചെയ്തിട്ടുള്ളത്. അതായത് റിച്ചല്ലേ നല്ല റൂളേഴ്സാണ് ഈ പാട്രോൺസ് എന്ന് പറയുന്നത്. അവർ മറ്റുള്ള ഈ തിയോളജിയൻസിനും ജൂറിസ്റ്റിനും ഒക്കെ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റൂളേഴ്സാണ്. ഓക്കെ, പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ രണ്ട് തരം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഷിയ അല്ലെങ്കിൽ സുന്നി മുസ്ലിംസ് എന്നായിരുന്നു അവരുടെ പേര്. ഈ ഷിയ മുസ്ലിംസ് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ആ ഒരു ഫോളോയിങ്ങൊക്കെ ഫോളോ ചെയ്തിരുന്നവരാണ്. അതുപോലെ സുന്നീസ് എന്ന് പറഞ്ഞാൽ ഖാലിഫാസിനെ ഫോളോ ചെയ്തിരുന്നവരുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ വന്നിട്ടുള്ള ആ റിലീജിയസ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ ഡ്രോബാക്സ് ഓഫ് യൂസിങ് മാൻസ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് ദെയർ വാസ് നോ പ്രിൻറ്റിംഗ് പ്രസ് ഡ്യൂറിങ് ദി period between 700 and 1750, scribes used to copy down the manuscript which were handwritten. Sometimes it was difficult to recognize the original script, so the scribes used their own way of interpreting the facts. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പ്രിൻറ്റിംഗ് പ്രസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹിസ്റ്റോറിയൻസ് ഈ മാൻസ്ക്രിപ്റ്റ്സ് കോപ്പി ചെയ്തിരുന്നു. ഒരാൾ എഴുതിയ കാര്യം മറ്റൊരാൾ കോപ്പി ചെയ്തു വരുമ്പം അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സും അതുപോലെ തന്നെ വായിച്ചെടുക്കാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരികയാണ്. നമ്മൾ തന്നെ സ്വയം കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതി വെക്കും അല്ലേ. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്തു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കുക. കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ കയറി ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ
അതുപോലെ നമ്മുടെ ഈ എക്സാം ബേസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ പഠിക്കാവൂ. ഇത് ജസ്റ്റ് നോക്കി അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ഇത് പഠിക്കുക.